ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പ് ആൻഡ് അക്കാഡമി. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെബിറ്റും ക്രെഡിറ്റുമാണ്. എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ്? നമ്മൾ മുൻപത്തെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഒരു ഡുവാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ പ്രിൻസിപ്പിളിനെ പറ്റി. അതിൽ പറയുന്നുണ്ട് എവറി ട്രാൻസാക്ഷൻ ഹാസ് ടു ആസ്പെക്ട്സ്, ദാറ്റ് ഈസ് റിസീവിംഗ് ആസ്പെക്ട് ആൻഡ് ഗിവിംഗ് ആസ്പെക്ട്. ഈ റിസീവിംഗ് ആക്സെപ്റ്റിനെയാണ് നമ്മൾ ഡെബിറ്റ് എന്ന് വിളിക്കുന്നത്. ഗിവിംഗ് ആക്സെപ്റ്റിനെയാണ് നമ്മൾ ക്രെഡിറ്റ് എന്ന് വിളിക്കുന്നത്. റിസീവിംഗ് നമ്മുടെ കയ്യിലോട്ട് വരുന്നതിനെ നമ്മൾ ഡെബിറ്റ് എന്നും നമ്മുടെ കയ്യിൽ നിന്നും പോകുന്നതിനെ ക്രെഡിറ്റ് എന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിലേക്ക് വരുന്നതും ബിസിനസ്സിൽ നിന്നും പോകുന്നതുമാണ് നമ്മൾ ഡെബിറ്റ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് അക്കൗണ്ട്സ് ബുക്കിൽ കാണിക്കുമ്പോൾ ഇറ്റ് ഈസ് നെസസറി ടു ഐഡന്റിഫൈ ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട് ഓഫ് ട്രാൻസാക്ഷൻസ്. അപ്പൊ ആ ഒരു ട്രാൻസാക്ഷനിലെ ഡെബിറ്റ് എന്താണ്, ക്രെഡിറ്റ് എന്താണെന്ന് നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിനെ അക്കൗണ്ട്സ് ബുക്കിലേക്ക് റെക്കോർഡ് ചെയ്യാനായി സാധിക്കുകയുള്ളൂ. ഈ അക്കൗണ്ട്സ് ബുക്കിൽ ട്രാൻസാക്ഷൻസ് നമുക്ക് വെറുതെ അങ്ങനെ റെക്കോർഡ് ചെയ്യാനായി സാധിക്കില്ല. അതിന് നമ്മൾ ഫോളോ ചെയ്യുന്ന കുറച്ച് റൂൾസ് ഉണ്ട്. ഇനി ആ റൂൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. The rules for debit and credit. ഇതിനെ നമ്മൾ രണ്ട് രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്. The first one is traditional approach. The rules of double entry system as per traditional approach. The next one is rules of double entry system as per modern approach. ഈ രണ്ട് രീതിയിലാണ് നമ്മൾ റൂൾസിനെ തരംതിരിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ട്രഡീഷണൽ അപ്രോച്ച് എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രഡീഷണൽ അപ്രോച്ചിന്റെ ഉള്ളിൽ വരുന്ന ഫസ്റ്റ് പോയിന്റ് ആണ് പേഴ്സണൽ അക്കൗണ്ട്. എന്താണ് പേഴ്സണൽ അക്കൗണ്ട്? This account is purely relating with persons, firms, companies, clubs, societies, etc. ഇതൊക്കെയാണ് നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിൽ വരുന്നത്. ഈ പേഴ്സണൽ അക്കൗണ്ടിങ്ങിന്റെ കേസിൽ എങ്ങനെയാണ് നമ്മൾ റൂൾസ് എഴുതുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ അക്കൗണ്ടിങ്ങിന്റെ ബേസിൽ എന്താണ്? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ റിസീവറും ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഗിവറുമാണ് എന്ത് പേഴ്സണൽ അക്കൗണ്ടിങ്ങിന്റെ കേസിൽ. എന്താണ്? റിസീവർ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുന്ന വ്യക്തിയും ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന വ്യക്തിയും. അതായത് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ഡെബിറ്റ് എന്നും കൊടുക്കുന്ന വ്യക്തിയെ ക്രെഡിറ്റ് എന്നുമാണ് വിളിക്കുന്നത്. ദ നെക്സ്റ്റ് ട്രഡീഷണൽ മെത്തേഡിൽ വരുന്ന രണ്ടാമത്തെ പോയിന്റ് ആണ് റിയൽ അക്കൗണ്ട്. എന്താണ് റിയൽ അക്കൗണ്ട്? ഇറ്റ് ഈസ് പ്യുവർലി റിലേറ്റിംഗ് വിത്ത് അസറ്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസ്. അസറ്റ്സിനെയും പ്രോപ്പർട്ടി, നമ്മുടെ ആസ്തിയെയും നമ്മുടെ പ്രോപ്പർട്ടീസിനെയുമാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റിയൽ അക്കൗണ്ടിൽ വരുന്നത്. അപ്പോൾ ഈ റിയൽ അക്കൗണ്ടിന്റെ കേസിൽ അക്കൗണ്ടിങ് റൂൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. എങ്ങനെയാണ്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അകത്തേക്ക് വരുന്നതിനെ ഡെബിറ്റ് എന്നും പുറത്തേക്ക് പോകുന്നതിനെ നമ്മൾ എന്തെന്നും വിളിക്കും? ക്രെഡിറ്റ് എന്നും വിളിക്കും. ഇതാണ് റിയൽ അക്കൗണ്ടിങ്ങിന്റെ കേസിൽ വരുന്ന അക്കൗണ്ടിങ് റൂൾ. അതായത് ഇപ്പൊ നമ്മൾ ഒരു അസറ്റ് വാങ്ങിച്ചു, ലാൻഡ് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ ആ വാങ്ങിച്ച അസറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അതാണ് ആ പറഞ്ഞിരിക്കുന്നത്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന അസറ്റ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ക്രെഡിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ദ നെക്സ്റ്റ് ട്രഡീഷണൽ റൂളിൽ വരുന്നതാണ് നോമിനൽ അക്കൗണ്ട്. എന്താണ് നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ? നോമിനൽ അക്കൗണ്ട് ഈസ് പ്യുവർലി റിലേറ്റിംഗ് വിത്ത് എക്സ്പെൻസസ് ഓർ ലോസസ് ആൻഡ് ഇൻകംസ് ഓർ ഗെയിൻസ്. അതായത് നമുക്ക് വരുന്ന ചെലവും നഷ്ടവും അതേപോലെ തന്നെ വരുമാനവും ലാഭവുമാണ് നോമിനൽ അക്കൗണ്ടിൽ വരുന്നത്. അപ്പോൾ ഈ കേസിൽ എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടിങ് റൂൾ എഴുതുന്നത്? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. നമുക്ക് വരുന്ന ചെലവിനെയും നഷ്ടത്തിനെയും നമ്മൾ ഡെബിറ്റ് ചെയ്യുക. നമുക്ക് വരുന്ന എല്ലാ ലാഭത്തെയും വരുമാനത്തെയും നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. ഇതാണ് ട്രഡീഷണൽ മെത്തേഡിൽ വരുന്ന അക്കൗണ്ടിങ് റൂൾസ്. ഇനി മോഡേൺ അപ്രോച്ചിനെ സംബന്ധിച്ച് എങ്ങനെയാണ് നമ്മൾ അസറ്റ്സ്, ഡെബിറ്റിന്റെയും ക്രെഡിറ്റിന്റെയും റൂൾസ് എഴുതുന്നതെന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഇസ് അസറ്റ്സ്. എന്താണ് അസറ്റ് എന്ന് ഞാൻ പ്രീവിയസ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്താണ്. അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആസ്തികൾ അല്ലെങ്കിൽ നമ്മുടെ സ്വത്തുക്കളെയാണ് നമ്മൾ അസറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ അസറ്റിന്റെ കേസിൽ നമ്മുടെ സ്ഥാപനത്തിൽ അസറ്റ്സ് കൂടുമ്പോഴും കുറയുമ്പോഴും എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മുടെ സ്ഥാപനത്തിലേക്ക് അസറ്റ് ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? അസറ്റിനെ നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്ഥാപനത്തിലെ അസറ്റുകൾ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ കുറഞ്ഞു കഴിഞ്ഞാലോ?
ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അസറ്റ് കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. മിഷനറി പർച്ചേസ്ഡ്. ഇവിടെ എന്താണ്? മിഷനറി നമ്മൾ വാങ്ങിച്ചു. മിഷനറി നമ്മളുടെ അസറ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ മിഷനറി സ്ഥാപനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അസറ്റ് കൂടി. അപ്പം മിഷനറിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അതാണ് ആ പറഞ്ഞിരിക്കുന്നത്. മിഷനറി പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ അസറ്റ് കൂടും. സോ അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം. ദ നെക്സ്റ്റ് വൺ ഈസ് പർച്ചേസ്ഡ് ഗുഡ്സ്. നമ്മൾ ഗുഡ്സ് വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? ക്യാഷ് പോകും. സാധനങ്ങൾ വാങ്ങിച്ചു കഴിയുമ്പോൾ കമ്പനിയിൽ നിന്നും ക്യാഷ് പുറത്തേക്ക് പോകും അല്ലെ? ക്യാഷ് ഗോസ് ഔട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് അസറ്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്നും പോയി കഴിഞ്ഞാൽ അസറ്റ് കുറഞ്ഞു എന്നാണ് അർത്ഥം. സോ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ? നമ്മുടെ കയ്യിൽ നമ്മുടെ അസറ്റ് കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യുക, അസറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. അസറ്റിന്റെ കേസിലെ റൂള് ഇതാണ്. ഇനി നെക്സ്റ്റ് ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാധ്യതയാണ്. നമ്മൾക്ക് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ കടങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലൈബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ നേരെ അസറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? ലൈബിലിറ്റീസിന്റെ റൂളിൽ വരുന്നത്. അപ്പോൾ ലൈബിലിറ്റീസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ലൈബിലിറ്റീസ് കൂടിയാലോ? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അസറ്റിന്റെ കേസിൽ അസറ്റ് കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം. ലൈബിലിറ്റീസിന്റെ കേസിൽ ലൈബിലിറ്റീസ് കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ട്രേഡേഴ്സിന്റെ അടുത്ത് നിന്നും ഗുഡ്സ് കടമായി ക്രെഡിറ്റിൽ നമ്മൾ പർച്ചേസ് ചെയ്തു. അവിടെ നമ്മൾ ക്യാഷ് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ കടം എന്താണ്? നമ്മൾ കൊടുക്കേണ്ട പൈസ അവിടെ ഇൻക്രീസ് ചെയ്യുകയാണ്. സോ ആ ട്രേഡേഴ്സിന്റെ ഇതിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ലൈബിലിറ്റീസ് നമ്മൾ പക്ഷേ ആ എമൗണ്ട് കൊടുത്തു തീർത്തു. ക്യാഷ് പെയ്ഡ് ടു ട്രേഡേഴ്സിന് ആ എമൗണ്ട് കൊടുത്തു തീർത്തു കഴിഞ്ഞാൽ അത്രയും നമ്മുടെ ലൈബിലിറ്റീസ് ബാധ്യത കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം എന്നാണ് ഈ റൂളിൽ പറയുന്നത്. അപ്പോൾ ലൈബിലിറ്റീസിന്റെ കേസിൽ ലൈബിലിറ്റീസ് കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യുക, കുറഞ്ഞാൽ ഡെബിറ്റ് ചെയ്യുക. നേരെ അസറ്റ്സിന്റെ ഓപ്പോസിറ്റ് ആണ് ലൈബിലിറ്റീസിന്റെ കേസിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ക്യാപിറ്റൽ എന്താണെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ആയിട്ടാണ്. അപ്പോൾ ക്യാപിറ്റലിന്റെ കേസിൽ ക്യാപിറ്റൽ കൂടിയാലും കുറഞ്ഞാലും എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. ക്യാപിറ്റൽ കുറഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ കൂടിയാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ കുറഞ്ഞാൽ ഡെബിറ്റ് ചെയ്യുക, ക്യാപിറ്റൽ കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യുക. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ പോലെ ഞാൻ പറഞ്ഞു തരാം. ക്യാഷ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ്. നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി നമ്മൾ കമ്പനിയിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്തു. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? നമ്മുടെ ക്യാപിറ്റൽ അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. പിന്നെ ഫർദർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്. ഇപ്പോൾ ആ വ്യക്തി തന്നെ ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് കൂടാതെ വീണ്ടും ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ക്യാപിറ്റൽ എന്ത് ചെയ്യും? കൂടും. സോ നമ്മൾ അപ്പോൾ എന്ത് ചെയ്യണം? ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യണമെന്നാണ് ക്യാപിറ്റലിന്റെ റൂളിൽ പറയുന്നത്. അടുത്തത് എന്താണ്? റവന്യൂ ആണ്. എന്താണ് റവന്യൂ? റവന്യൂ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വരുമാനത്തിനെയാണ് നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ വരുമാനം കൂടിയാലും കുറഞ്ഞാലും എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ റവന്യൂ ഡിക്രീസ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. റവന്യൂ ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സെല്ലിംഗ് എക്സ്പെൻസസ്. നമ്മളൊരു സാധനം നമ്മുടെ സ്ഥാപനത്തിലെ കുറച്ച് സാധനങ്ങൾ വിറ്റു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിലേക്ക് എന്ത് ചെയ്യും? വരുമാനം കൂടും. വരുമാനം കൂടുമ്പോൾ എന്ത് ചെയ്യണം? അതിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ വരുമാനം കുറഞ്ഞാൽ ഡെബിറ്റ് ചെയ്യുക, വരുമാനം കൂടിയാൽ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ ഈസ് എക്സ്പെൻസസ്. എക്സ്പെൻസസ് കൂടുമ്പോഴും കുറയുമ്പോഴും വരുന്ന റൂൾ എന്താണെന്ന് നമുക്ക് നോക്കാം. എക്സ്പെൻസസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. എക്സ്പെൻസസ് ഡിക്രീസ് ചെയ്താൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. ഈ റൂളിന് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. റെന്റ് ഡ്യൂ.
നമ്മൾ റെന്റ് അടയ്ക്കാനായിട്ട് വൈകി, റെന്റ് ഡ്യൂ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അവിടെ എക്സ്പെൻസ് കൂടുകയാണ്. അപ്പം എക്സ്പെൻസസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. എക്സ്പെൻസസ് കുറഞ്ഞു കഴിഞ്ഞാലോ അതിനെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് മോഡേൺ അപ്രോച്ചിൽ വരുന്നത്. അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, റവന്യൂ, എക്സ്പെൻസസ്, ഇതെല്ലാം എന്താണെന്ന് ഞാൻ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിന്റെ ലിങ്ക് ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ടെലിഗ്രാം വഴിയോ അല്ലെങ്കിൽ ഇമെയിലൂടെയോ വാട്സപ്പിലൂടെയോ നിങ്ങൾക്ക് ഞങ്ങളോട് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായും ഞങ്ങൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഞങ്ങൾ ഓൺലൈനായും ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ട്യൂഷൻ ആവശ്യമുള്ളവർക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ നമ്പേഴ്സ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. താങ്ക്